നമസ്കാരം. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ 2022 ഡിസംബർ മാസത്തിലാണ് 595/2022 കാറ്റഗറി വുമൺ സിവിൽ പോലീസ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വരുന്നത്. അത് പ്രകാരം 3.5 ലക്ഷത്തോളം പേര് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. 2023 ജൂലൈ 7-നായിരുന്നു റിട്ടൺ ടെസ്റ്റ്. അതിൻ്റെ 2023 നവംബർ മാസത്തോടെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. 60.67 എന്ന കട്ട് ഓഫോടെ ആയിരുന്നു. അതായത് ഈ കാലങ്ങളായിട്ട് WCPO എന്ന ലിസ്റ്റിന് വരാത്തൊരു കട്ട് ഓഫ്, ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് ആയിരുന്നു. ആ കട്ട് ഓഫും നേരിട്ട് 2024 ജനുവരി മാസങ്ങളിലായിട്ട് ഫിസിക്കൽ ടെസ്റ്റും പാസ്സായി 3.5 ലക്ഷത്തോളം പേര് എഴുതിയ പരീക്ഷയിൽ നിന്ന് 967 പേര് ഇൻക്ലൂഡ് ചെയ്യുന്ന 595/2022 കാറ്റഗറി വുമൺ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നപ്പോൾ നമുക്ക് ആകെ നമ്മുടെ റാങ്ക് ലിസ്റ്റിന് 10 മാസത്തോളമായിട്ടും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാതെ 10ാമത്തെ മാസത്തിലാണ് നമുക്ക് ആൻറ്റിസിപ്പേറ്ററി ആയിട്ട് 210 ഫ്രഷ് വേക്കൻസി തന്നത്. അതിനുശേഷം നമ്മൾ ജനുവരിയിലാണ് ഫസ്റ്റ് ബാച്ച് പോലും കയറുന്നത്. WCPയുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ലിസ്റ്റിൽ ഒരു സെക്കൻഡ് ബാച്ച് കയറുന്ന ടൈമിലാണ് ഞങ്ങളുടെ ലിസ്റ്റിൻ്റെ ഒരു ഫസ്റ്റ് ബാച്ച് ട്രെയിനിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ 210 ഫ്രഷ് വേക്കൻസിയും 31 NJD കൂടിയാണ് നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷവും നമുക്ക് ലഭിച്ച വേക്കൻസികളുടെ ടോട്ടൽ കണക്കെടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആകെ 337 പേർക്ക് മാത്രമാണ് അഡ്വൈസ് നിലവിൽ വന്നത്. അതിൽ 273 ഫ്രഷ് വേക്കൻസി മാത്രമേ ഞങ്ങളുടെ ലിസ്റ്റിന് ലഭിച്ചിട്ടുള്ളൂ. ബാക്കി 64 NJD ഞങ്ങളുടെ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയ കുട്ടികളുടെ കൈയും കാലും പിടിച്ച് ഞങ്ങൾ തന്നെ പോയി സ്പോട്ട് NJD എടുത്ത് റിപ്പോർട്ട് ചെയ്യിപ്പിച്ചാണ് ആ 64 NJD ഞങ്ങൾക്ക് ലഭിച്ചത്. പിന്നെ നമ്മൾ നോക്കുമ്പം ഏത് ലിസ്റ്റിനെയും കമ്പയർ ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിനെ അപേക്ഷിച്ചാണ്. കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ് 2021 ലിസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പം അവർക്ക് 815 പേർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം ഞങ്ങളും 11 മാസത്തോളം ആ ശുഭപ്രതീക്ഷയോടെ കാത്തിരുന്നു ഞങ്ങളുടെ ലിസ്റ്റിനും അതുപോലൊരു വേക്കൻസി വരുമെന്ന്. ആ 2021 WCPO കാറ്റഗറി ലിസ്റ്റ് നിലവിൽ വന്ന് അവർക്ക് കൊടുത്ത വേക്കൻസി 631 വേക്കൻസികൾ അഡ്വൈസ് പോയിട്ട് കൂടി ലാസ്റ്റ് നിമിഷം ലിസ്റ്റ് അവസാനിക്കുന്ന ആ ഒരു നിമിഷം ഫെബ്രുവരി 17 ഒരു 74 വേക്കൻസിയും മാർച്ച് 16, 20 എന്നത് ഉൾപ്പെടെ ടോട്ടൽ 184 വേക്കൻസി ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൽ ലാസ്റ്റ് നിമിഷം, അതായത് ഇനി ഒരു ലിസ്റ്റ് വരാൻ തൊട്ടടുത്ത് തന്നെ ലിസ്റ്റ് വരാൻ ഫിസിക്കൽ എക്സാമും ഫിസിക്കലും കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന ഗവൺമെൻറ്റിനും PSCക്കും അറിയാമായിരുന്നിട്ട് കൂടിയും അവർ അവസാന നിമിഷം ഒരു 184 വേക്കൻസി 2021 ലിസ്റ്റിന് കൊടുത്തു. അത് എന്തിനു വേണ്ടി കൊടുത്തു, ആരെ നിയമിക്കാൻ വേണ്ടി കൊടുത്തു ഞങ്ങൾക്ക് അറിയില്ല. എന്തിനാണെന്ന് പോലും അറിയില്ല. ഞങ്ങളുടെ ലിസ്റ്റ് നിലവിൽ വരുമെന്ന് അറിഞ്ഞിട്ട് കൂടിയും ആ ഒരു വേക്കൻസി അവർക്ക് 631 അഡ്വൈസ് പോയിട്ട് പോലും ഗവൺമെൻറ് ആ വേക്കൻസി കൊടുക്കാൻ തയ്യാറായി. പിന്നെ അതിനുശേഷം എന്താണ് പോയത്, ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ടോട്ടലായിട്ട് 967 പേര് ഇൻക്ലൂഡ് ചെയ്യുന്ന ലിസ്റ്റിൽ നിന്ന് ഞങ്ങൾ 120ഓളം ഡിലീഷനും 64 NJDകളും എടുത്തു. അത്രയും എടുത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് 337ഓളം പേർക്ക് അഡ്വൈസ് ലഭിച്ചത്. അല്ലാതെ നമ്മൾ ഇത്രയും PSC അഡ്വൈസ് ആയിട്ട് വന്നത് കൊണ്ടല്ല ഞങ്ങൾ 316 OC എന്ന കാറ്റഗറിക്ക് അഡ്വൈസ് ആയിട്ട് വരാൻ കാരണം ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്ത് ഞങ്ങളുടെ പൈസ ചിലവാക്കി പലരുടെയും കാല് പിടിച്ച് പുറകിൽ നടന്ന ആക്ഷേപങ്ങളും കേട്ട് ഞങ്ങളെടുത്ത ഡിലീഷനും NJDയും പ്രകാരം അതും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് 337 പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ഭരണപക്ഷ പ്രതിനിധികളെ കാണാൻ പോകുമ്പോൾ ഓരോ വാതിലുകൾ മുട്ടുമ്പോഴും ഓരോ പ്രതിനിധികളും ഞങ്ങളോട് പറഞ്ഞത് കാര്യമുണ്ട്, കാലാവധി നിങ്ങൾ കണക്കിലെടുക്കുകയേ വേണ്ട, ഗവൺമെൻറ്റിനൊരു ഫയൽ പാസ്സാക്കാനും വേക്കൻസി റിപ്പോർട്ട് ചെയ്യാനും സെക്കൻഡുകൾ മാത്രം മതി എന്നും ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അങ്ങനെ 12 മാസത്തോളം ഞങ്ങൾ ഈ ഭരണപ്രതിനിധികളെ ഞങ്ങൾ വിശ്വസിച്ചു എന്നതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ്. അതുകൂടാതെ വിവരാവകാശ നിയമപ്രകാരം നമ്മൾ സ്റ്റേഷനിൽ 14 ജില്ലകളിലായി ഞങ്ങൾ RT വെച്ചപ്പോൾ 570 വേക്കൻസികൾ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ വിവരവും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തതാണ്. ഞങ്ങൾക്ക് അതും പ്രകാരം ഒരു ആനുപാതികമായ വേക്കൻസി ഞങ്ങൾക്ക് നൽകണമെന്ന്. പക്ഷേ എന്നിട്ട് ഞങ്ങൾ പരിഹാസത്തോടെ പുച്ഛിച്ച് തള്ളി ആ 570 വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞു. 1-2 570 വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വേക്കൻസിയേ ഇല്ല. വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൽ അത് മാനേജ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്.
ക്യാമ്പ് എക്സസ് ആണ്. ഈ ക്യാമ്പിലുള്ളവരെ ഈ സ്റ്റേഷനിലോട്ട് മാറ്റിയാൽ തന്നെ ഞങ്ങൾക്ക് വേക്കൻസി വരില്ലേ? ക്യാമ്പിലെ എക്സസ് മാറൂല്ലേ? അങ്ങനെ ഒരു വേക്കൻസി ഞങ്ങൾക്ക് തന്നിട്ടില്ല. പിന്നെ ഈ അവസാനമായിട്ട് ഞങ്ങൾ ഈ സമരം തുടങ്ങിയതിന് ശേഷമാണ് ഈ ഏപ്രിൽ മാസത്തിൽ 9-ാം തീയതി ക്യാബിനറ്റിൽ ഒരിക്കലും പാസ്സാകാതിരുന്ന ഒരു പോക്സോ വിങ്, അതിൻ്റെ തസ്തികളുടെ എണ്ണം വെട്ടി ചുരുക്കിക്കൊണ്ട് 304 തസ്തികൾ പോക്സോ വിങ്ങിൽ പാസ്സാക്കി. ആ 304 എന്നുള്ളൊരു 3 അക്ക നമ്പർ പറയുമ്പോഴും ഞങ്ങൾക്ക് ലഭിച്ചത് ആകെ 28 തസ്തികകൾ മാത്രമാണ് ലഭിച്ചത്. ഈ 45 എന്ന മുഴുനീളം കണക്ക് പറയുമ്പോൾ ആ 45 വേക്കൻസി പോക്സോ വിങ്ങിൽ നിന്ന് ലഭിച്ചതല്ല. അതിന് മുന്നേ തന്നെ ഏപ്രിൽ 2-ാം തീയതി ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തൊരു 4 NJD, അതുകൂടാതെ 13 ഫ്രഷ് വേക്കൻസി 9-ാം തീയതി റിപ്പോർട്ട് ചെയ്തു. 10-ാം തീയതിയാണ് ഈ പോക്സോ വിങ്ങിൻ്റെ 28 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 45 പേർക്കും കൂടി അഡ്വൈസ് ലഭിച്ചത്. ഞങ്ങൾ ഈ 2024 ഏപ്രിൽ 20-ന് ലിസ്റ്റ് വന്നതിന് ശേഷം കയറി ഇറങ്ങാത്ത കാണാത്ത പാർട്ടിക്കാരില്ല. ബ്രാഞ്ച് സെക്രട്ടറിമാരോട്ട് LC സെക്രട്ടറിമാരോട്ട് എല്ലാവരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. 11 മാസം ഇവരൊക്കെ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് വേക്കൻസി ഉണ്ട്, വേക്കൻസി തരൂ, വേക്കൻസി അവസാന മാസമാകുമ്പോൾ വരും, നിങ്ങൾക്ക് ഇപ്പം തന്നു കഴിഞ്ഞാൽ അവസാന മാസമാകുമ്പോൾ കുറച്ച് പേര് വന്നിട്ട് സമരം ചെയ്യും, അപ്പോൾ അവർക്കും കൂടി ഞങ്ങൾക്ക് കൊടുക്കാനുള്ള വേക്കൻസി ഉണ്ടാവില്ല, അപ്പോൾ നിങ്ങൾക്ക് അവസാനമാകുമ്പോൾ ഒരു ബൾക്ക് വേക്കൻസി വരുന്നത് തന്നെയാണ് ഞങ്ങളോട് ഈ 11 മാസം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ സമരം എന്നുള്ളൊരു രീതിയിലേക്ക് പോകാൻ തന്നെ കാരണം, ഞങ്ങളൊരു പ്രാവശ്യം AKG സെൻറ്ററിൽ പോയി. AKG സെൻറ്ററിൽ ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ്, എനിക്ക് ഒന്ന് കഴിഞ്ഞ മാസം 18-ാം തീയതിയാണ് ഞങ്ങൾ AKG സെൻറ്ററിൽ പോയി. അവിടുന്ന് ഒരു നേതാവ് ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ സാറിനോട് കയ്യും കാലം പിടിച്ച് ഞങ്ങൾ കരയുന്ന സമയത്ത് സാറിനോട് സാറേ വേറെ വഴിയില്ല, ഞങ്ങൾ സമരമെങ്കിൽ അവസാനം ആ ഒരു രീതിയിലേക്ക് ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ റോഡിലിറങ്ങി എണ്ണ ഒഴിച്ച് ആത്മാഹൂതി ചെയ്തു കഴിഞ്ഞാലും, മരത്തിൽ നിന്ന് കയറി താഴിലേക്ക് തുള്ളിയാലും, മരത്തിൽ കയറ് കെട്ടി തൂങ്ങിയാലും പാർട്ടിക്ക് അതൊരു പ്രശ്നമല്ല എന്നാണ്. അന്ന് ഞങ്ങൾ അവിടുന്ന് കണ്ണ് കരഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങളെ സമരത്തിനുള്ള പേപ്പർ കൊടുത്തിട്ട് വരുന്നത്. അല്ലാതെ ഞങ്ങൾ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ BJPൻ്റെയോ ഏത് പാർട്ടീൻ്റെയും പിൻബലത്തോടെ ഇവിടെ സമരത്തിന് ഇറങ്ങിയതല്ല. ഞങ്ങളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതുപോലെ തന്നെ DYFI എന്നുള്ള സംഘടനയിലത്തെ ആൾക്കാർ ഇവിടെ എനിക്ക് തോന്നുന്നു തൊട്ടടുത്താണ് സംസ്ഥാന ഓഫീസും അതുപോലെ തന്നെ അതിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസും. ഇതുവരെ ആയിട്ട് ഞങ്ങൾ 18 ദിവസം ഇവിടെ വെയിലും മഴയും കൊണ്ടിട്ട് ഞങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഒരു നേതാവ് പോലും ഞങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ട് തൊഴിലില്ലായ്മയെ കുറിച്ചിട്ട് രൂക്ഷമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ യുവജനങ്ങളുടെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങൾക്കും ഇടപെടുന്ന ആൾക്കാരാണ്. ഒന്ന് വന്നിട്ട് ഞങ്ങളോട് എന്താണ് മക്കളെ പ്രശ്നം, നിങ്ങളുടെ എന്താണ് കാര്യം എന്നുള്ളത് ഇതുവരെ ആയിട്ട്, ഈ നിമിഷം വരെ ആയിട്ട്, ഇന്ന് ഈ വൈകുന്നേരം 5:30 വരെ ആയിട്ട് ഞങ്ങളോട് ഒരാൾ പോലും ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല. ഞങ്ങളൊരു യുവജന നേതാവും MP ആയിട്ടുള്ളൊരു സാറിനെ കാണാൻ പോയപ്പോൾ സാറ് ഞങ്ങളോട് ഞങ്ങൾ പറഞ്ഞു, സാറ് ഞങ്ങളിങ്ങനെ WCPOൻ്റെ ലിസ്റ്റിലെത്ത ആൾക്കാരാണ്, ഞങ്ങളിവിടെ സമരം തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. സാറ് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തിനാണ് WCPOനെ കുറിച്ചിട്ട് പറയുന്നത്? RPF-ൽ ഇപ്പോൾ നിയമനം നടക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ CISF-ൽ ഇപ്പോൾ നിയമനം നടക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങളെന്താ കോൺഗ്രസിനെ കുറിച്ചിട്ട് സംസാരിക്കാത്തത്? നിങ്ങളെന്തിനാ BJPനെ കുറിച്ച് സംസാരിക്കാത്തത്? ഞങ്ങൾക്ക് BJPനെ കുറിച്ചിട്ടും കോൺഗ്രസിനെ കുറിച്ചിട്ടും CPM-നെ കുറിച്ചും സംസാരിക്കണ്ട. ഞങ്ങൾ കഷ്ടപ്പെടിച്ചിട്ട് 3-4 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് വന്ന് എൻ്റെ റാങ്ക് 371ആണ്. 3 വർഷത്തോളം പഠിച്ച് 3 ലക്ഷത്തിലെ ആൾക്കാരിൽ ഈ ഫിസിക്കലും പാസ്സായി കഴിഞ്ഞിട്ട് ഈ 371 റാങ്കിൽ എന്നോട് പറയാണ്, എനിക്ക് RPF നോക്കിക്കൂടെയെന്ന്. എനിക്ക് 31 വയസ്സായി. ഈ RPF നോക്കാൻ ഏജ് കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് RPF നോക്കും? എനിക്കിതല്ലാതെ വേറൊരു വഴിയില്ല. അങ്ങനെ ആ സാർ അങ്ങനെ പറഞ്ഞപ്പോൾ നല്ലോണം ഞങ്ങൾക്ക് ഹേർട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളോട് മന്ത്രി ഞാൻ പറയുന്നില്ല, ഒരു സാറ് പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് മീൻ വിൽക്കാൻ പോയിക്കൂടെ എന്നാണ്. അതുപോലെ പ്രൈവറ്റ് ജോലിക്ക് പോയിക്കൂടെ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് ഈ പ്രൈവറ്റ് ജോലിക്ക് പോകാനാണെങ്കിൽ, മീൻ വിൽക്കാൻ പോകാനാണെങ്കിൽ ഞങ്ങൾ ഈ 3-4 വർഷം ഇവിടെ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ആദ്യമേ പറയായിരുന്നു, നിങ്ങൾക്ക് ഇവിടെ വേക്കൻസി ഇല്ല, നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഒരു സാധനം, നിങ്ങൾക്ക് ജോലി തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം ആദ്യമേ ഇവർക്ക് പറയായിരുന്നു. ഈ 11 മാസം ഞങ്ങളോട് നിങ്ങൾക്ക് വേക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പം വരും വേക്കൻസി എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുമായിരുന്നു. ഞങ്ങളെയോ പറ്റിച്ചു, കഴിഞ്ഞ CPO-കാരെ പറ്റിച്ചു, ഇപ്പം നിലവിലുള്ള CPO-കാരെ പറ്റിച്ചു, ഞങ്ങളെ പറ്റിച്ചു. ഞങ്ങൾ 18 ദിവസം ഇവിടെ വെയിലും മഴയും കൊണ്ടിരുന്ന് ഞങ്ങളെ പറ്റിച്ചു. ഇനി എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ ഒരിക്കലും ഇനി ഒരു ഭരണം കിട്ടുന്നുണ്ടെങ്കിലും ഒരിക്കലും ഒരു യുവജനങ്ങളെയും പറ്റിക്കരുത്. ഞങ്ങളുടെ ജീവിതമാണിത്, പറഞ്ഞു പറ്റിക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ.